എന്റെ റൂമിലായിരിക്കട്ടോ. ഇന്ന് റൂമില് പ്രേതം വന്നിട്ടുണ്ടല്ലേ? അതെ, എനിക്ക് ഇന്ന് പ്രേതം, ഇന്നലെ കള്ളൻ. നീ ഇത് റൂമിൽ ഒറ്റയ്ക്ക് നിൽക്കണോണ്ട് തോന്നുന്നതാ. നിനക്കതൊക്കെ പറയാം, ഞാൻ ശരിക്കും ഇന്ന് കണ്ടതാ. നിനക്ക് കൂടെ കിടത്താപ്പത്തേക്ക് അത് പറ, അല്ലാന്നാണെങ്കി ഇല്ലെങ്കിൽ പറ. പേടിച്ചിട്ടല്ലേടി, ഇന്നും കൂടി ഒന്ന് കിടത്ത്. എടാ, ഇങ്ങനെ പേടിച്ച് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? നാട്ടിലെ അച്ഛനും അമ്മയും ഒറ്റയ്ക്കാ നിൽക്കുന്നത്. ഇപ്പൊ നല്ല ഓഫറിൽ ടിക്കറ്റ്സും വിസിറ്റിംഗ് വിസാസും ഒക്കെ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ നിനക്ക് അവരുടെ കൂടെ കൊണ്ടുവന്നൂടെ? നിനക്ക് അറിയാവുന്നതല്ലേ, നീ അറിഞ്ഞോണ്ടെല്ലാം പറയല്ലേ. ഒന്നാമത്തെ അച്ഛന് വയ്യാതിരിക്കണേ, കാലിന് സുഖമില്ലാത്തായാലും നിനക്ക് അറിയാലോ. ഇതാണ് ഇത്രയും പ്രശ്നം. നമുക്ക് വീൽ ചെയർ ആഡ് ചെയ്യാം, VIP സർവീസ് ആഡ് ചെയ്യാം, വരി നിൽക്കേണ്ട ആവശ്യമില്ല. ഇതിനൊക്കെ വളരെ കുറച്ച് പൈസ വരുന്നുള്ളൂ. നീ ഒരു കാര്യം ചെയ്തേ, അച്ഛന്റെ അമ്മയും പാസ്പോർട്ട് ഓഫീസ് ഇങ്ങോട്ടാക്കി, പിന്നെ നിന്റെ ഡീറ്റെയിൽസ് ഒരു 2 ദിവസത്തിനുള്ള നിന്റെ അച്ഛന്റെ അമ്മയുടെ വിസേന്റെ കാര്യം ടിക്കറ്റിന്റെ കാര്യം ഞാൻ റെഡിയാക്കി അയച്ചത്. അല്ലെങ്കിൽ നീ പിന്നെ പ്രയത്നം കെട്ടിപ്പിടിച്ചിരിക്കും. അന്ന് അത് മതി. എന്നാ പിന്നെ സമാധാനമായിട്ട് അച്ഛൻ്റെ അമ്മയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, 2 ദിവസം നീ എന്റെ കൂടെ കിടക്കണം.